ഹലോ ഗൈസ്, ഇതൊരു ഫുഡ് വീഡിയോ ആണ്. ഞാൻ ഇന്നൊരു ഫുഡ് വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ചാനലിലെ ഫസ്റ്റ് ഫുഡ് വീഡിയോ ആണ്. അതൊരു ഷോർട്സ് ആവോ അതോ ഒരു ഫുൾ വീഡിയോ ആവോ എന്ന് എനിക്കറിയത്തില്ല. 5 കൊല്ലത്തിന് ശേഷമാണ് ഞാനിപ്പോൾ നോൺ വെജ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ മുമ്പ് കഴിക്കാണ്ടിരിക്കാനും ഇപ്പോൾ കഴിക്കാനൊക്കെ ആയിട്ട് എനിക്കൊരു വലിയ സ്റ്റോറി തന്നെ ഉണ്ട്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനിതൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടിട്ട് ഞാനത് ട്രൈ ചെയ്യാണ്. ഇതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റും കൂടെയാണ്. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് 2 ചെറിയ ഉള്ളി, കുറച്ച് ചെറിയ ഉള്ളി. ഞാൻ ചെറിയ ഉള്ളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പച്ചമുളക്. എന്ന് വെച്ചാൽ എരിവ് കൂടുതലായാലും കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് ഒരു പച്ചമുളകാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു കൗതുകത്തിന്റെ പേരിൽ ഇന്നൊന്ന് മാറ്റി പിടിച്ചതാണ് കുഞ്ഞുള്ളി. പക്ഷെ ഇത് ഇത്ര പണിയാവുമെന്ന് വിചാരിച്ചില്ല. തൊലി കളയുന്ന ഒരു ഇച്ചിരി ടാസ്ക് ആണ്. എന്തായാലും നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയെടുക്കാം. കോളേജ് ലൈഫിലോട്ട് കാലെടുത്ത് വെച്ച പിന്നെ കുക്കിംഗ് മേഖല എന്ന് പറയുന്നത് എനിക്കെന്തോ ഓണം വിഷു ഒക്കെ പറയുന്ന പോലെ കൊല്ലത്തിൽ എപ്പോഴെങ്കിലും എന്ന പോലെ ആയിട്ടുണ്ട്. ഇതിപ്പോ എന്താവുന്നൊന്നും എനിക്ക് അറിയത്തില്ല. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. ഉള്ളിയൊക്കെ കഴുകി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പാനും കൂടെ ഞാനിപ്പോൾ സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. നമുക്കെന്നാ പിന്നെ നമ്മുടെ കലാപരിപാടിയിലോട്ട് കടക്കാം. 5 മിനിറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണിത്. പക്ഷെ ഞാൻ ടച്ച് വിട്ടിരിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഇത് ഇത്രയും ലാഗ് അടിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ 5 മിനിറ്റിൽ നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് വേണ്ടത് മുളക് പൊടി, ഉപ്പ് പൊടി മതി, തീർന്നു, ഫിനിഷ്. പിന്നെ അല്പം എണ്ണ. നമുക്ക് പാനൊക്കെ വെച്ച് സെറ്റാക്കാം അല്ലേ. പാനൊക്കെ വെച്ച് നേരത്തെ റെഡിയാണ്. ഓൺ ആക്കിയതിനെ അങ്ങ് വർക്ക് ചെയ്യിച്ചാൽ മാത്രം മതി. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഐറ്റംസ് എന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളി, പച്ചമുളക് ആഡ് ചെയ്യാം. ക്രീമി ടെക്സ്ചറാണ് നമുക്ക് ഇവിടെ വരുത്തേണ്ടത്. അത്ര വെച്ചാൽ മതി. ഐ മീൻ ലൈക്ക് ഒരു മിനിറ്റ് 2 മിനിറ്റ് വേണ്ട. അപ്പോൾ തന്നെ ഇതിന്റെ കളർ മാറി തുടങ്ങും. ആ തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതിലോട്ട് നമ്മുടെ പൊടി ഐറ്റംസ് ആഡ് ചെയ്യാം. ഞാനിവിടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുളക് ആഡ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് നേരം കൂടി അങ്ങോട്ട് ഇളക്കാം. സംഭവമൊക്കെ സെറ്റായി. ഇപ്പോൾ ഒരു വഴൻ്റെ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആളെ എൻട്രി ആക്കാനുള്ള സമയമായി. അതിന് വേണ്ടി നമുക്കൊരു കള ഒരുക്കണം. ഒരിക്കാലോ. അപ്പോൾ നമ്മളുടെ കളമൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. മതി, ഇത്ര മതിയല്ലേ. അപ്പോൾ നമുക്കിവിടെ മുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കാം. പക്ഷെ മുട്ട എൻ്റെ കൺട്രോൾ വിട്ടു പോയോ എന്നൊരു സംശയം. എന്തായാലും നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. ഒരു ഷേപ്പൊക്കെ ഇരിക്കട്ടെ, കുറച്ച് വൃത്തിയായിക്കോട്ടെ. എന്തായാലും ഭയങ്കര ഒരു ടൈമിംഗ് ആണ്. എനിക്ക് ഉച്ചക്കത്തെ ഫുഡ് വന്നു. ഞാൻ എന്നാൽ പിന്നെ ഓടിപ്പോയത് എടുത്തിട്ട് വരട്ടെ. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മൾ ഉച്ചക്കത്തെ ഇന്നത്തെ ഫുഡ്. അപ്പോൾ ഒരു ബീട്രൂട്ട് തോരനും പിന്നെ എന്തോ ഒരു കറിയുണ്ട്. എനിക്ക് എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് അതിൽ ഫോക്കസ് ചെയ്യാം. സംഭവം ഇപ്പോൾ സെറ്റായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അല്ലേ. സെറ്റായി. അപ്പം ഞാൻ ഇതിന്റെ പുറത്ത് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു. അതായത് നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇത് കാര്യമായിട്ടൊന്നും ഇല്ല. ഹോംലി ഫുഡ് കഴിച്ച് വീട്ടിലൊക്കെ നിൽക്കുന്നവർക്ക് ഇതൊന്നും ഒന്നുമല്ല. ഹോസ്റ്റൽ ലൈഫും PG ലൈഫൊക്കെ കൊണ്ടുപോകുന്നവർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മളുടെ ഒരു വലിയ ഹാപ്പിനെസ്. എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കുക്ക് ചെയ്യുക, അതിൽ നമ്മൾ ഹാപ്പിനെസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ നോൺ വെജ് കഴിക്കുന്നത്. എനിക്ക് പണി വരുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ എന്തായാലും ടേസ്റ്റ് ഒന്നും അത്ര ബോറായിട്ടില്ല. ഓക്കെയാണ്. ആർക്കും ട്രൈ ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഹോസ്റ്റൽ ലൈഫിലൊക്കെ ഇരിക്കുന്നവർക്ക് 2 ഉള്ളിയൊക്കെ എടുത്ത് തട്ടിക്കൂട്ടാവുന്ന വെറും എളുപ്പമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.